ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വഖഫ് ബില്ലിൽ മുനമ്പത്തെ രക്ഷിക്കാനുള്ള പദ്ധതിയൊന്നുമില്ല MP ജാക്സൺ. നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിഷേധിച്ചതിനെതിരെ SM പുരം UDF മണ്ഡലം കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ രാപ്പകൽ സമരം നടത്തി. KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. അത് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് കൊടുത്ത് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരത്തോടുകൂടി വീണ്ടും നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിലെ വെച്ച് പാസ്സാക്കി അത് പ്രാദേശികമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എന്ത് വേണം, നമുക്ക് കൃത്യമായിട്ടുള്ള പണം സമയബന്ധിതമായിട്ട് ലഭിക്കണം. ഒരു പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട പണം സമയബന്ധിതമായിട്ട് ലഭിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ആദ്യത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സാമ്പത്തികമായിട്ട് വലിയ പിന്നോക്കാവസ്ഥയില്ലായിരുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് താഴെ ഇറങ്ങുമ്പോൾ ഖജനാവിൽ അത്യാവശ്യം പണത്തിൻ്റെ മിച്ചുണ്ടായിരുന്നു, അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ ഇന്നത്തെ പോലെ അവിടെ പൂച്ച പറ്റി കിടക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല ഖജനാവ്. അന്ന് അത്യാവശ്യം പണമൊക്കെ നമ്മുടെ ഖജനാവിനകത്തുണ്ടായിരുന്നു. അത് ചെലവഴിക്കാനായിട്ട് സാമ്പത്തിക സൗകര്യം. അന്ന് വായ്പ എടുക്കുന്നതിൻ്റെ പരിധിയിൽ മുഴുവനായിട്ട് നമ്മൾ വായ്പ എടുത്തിരുന്നില്ല. ആ വായ്പ എടുക്കാൻ ബാക്കിയുള്ളത് കൂടി എടുത്ത് 5 വർഷം പിണറായിക്ക് ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേയൊക്കെ സാധിച്ചു. പക്ഷെ അതിലധികം പിണറായി വിജയനെ പറ്റി ഏറ്റവും വലിയ പാളിച്ച നമ്മുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് പൊതുമരാമത്ത് വകുപ്പാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിൽ മുനമ്പത്തെ താമസക്കാരുടെ റവന്യൂ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയുമില്ലെന്ന് MP ജാക്സൺ പറഞ്ഞു. മാത്രമല്ല, മുനമ്പത്തെ ജനതയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കാത്ത സർക്കാരാണ് പിണറായിയുടെ സർക്കാർ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം നൽകാതെ ഗ്രാമസ്വരാജ് എന്ന ആശയം അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ UDF അതിശക്തമായി പോരാടുമെന്ന് ജാക്സൺ കൂട്ടിച്ചേർത്തു. മണ്ഡലം ചെയർമാൻ പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം KM ഷാനിർ മുഖ്യ പ്രഭാഷണം നടത്തി. DCC എക്സിക്യൂട്ടീവ് അംഗം PK ഷംസുദ്ദീൻ, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, RSP ജില്ലാ സെക്രട്ടറി MP ജോബി, നേതാക്കളായ മൻസൂർ അന്താറത്തറ, KS രാജീവൻ, PD സാജൻ, RB മുഹമ്മദ് അലി, CB ജയലക്ഷ്മി ടീച്ചർ, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, KR അശോകൻ, KR നിതീഷ് കുമാർ, അസീസ് കാട്ടകത്ത്, KK മൊയ്തീൻകുട്ടി, മൊയ്തീൻ എടച്ചാൽ, PA ഷിംനാസ്, സലാം കുഴുപ്പുള്ളി, TS രാജേന്ദ്രൻ മാസ്റ്റർ, വീരാൻ കണ്ണെഴുത്ത്, പ്രവീന്ദ വിജുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം UDF കൺവീനർ TA ഫഹദ് സ്വാഗതവും NO ആന്റണി നന്ദിയും പറഞ്ഞു. VC കാർത്തികേയൻ, PA ഷാജി, PG അനിൽകുമാർ, KA പ്രതാപൻ, സുനിൽ ചാണാടി, ഉണ്ണികൃഷ്ണൻ നെല്ലിപ്പറമ്പിൽ, നജീബ് ശാന്തിപുരം, ശശി തോപ്പിൽ, KS മുഹമ്മദ് റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി.